ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. ജൂലൈ 30-നാണ് കേരളത്തെയും രാജ്യത്തെയും ആകെ നടുക്കി മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലുണ്ടാകുന്നത്. മാസം 4 കഴിഞ്ഞു. കേന്ദ്രം കേരളത്തോട് അനുഭാവപൂർവമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും കോടതിയിലും വാദങ്ങൾ നിരത്തി എന്നതിനപ്പുറം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പുനരധിവാസവും എങ്ങും എത്തിയിട്ടില്ല. അപ്പോഴാണ് 2019 രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്തം വരെ എയർലിഫ്റ്റ് സേവനത്തിന് ചെലവായ തുക കേരളം തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രം എത്തിയിരിക്കുന്നത്. ഇത്രയും കാലം നൽകിയ സേവനത്തിന് ചെലവായ തുകയായ 132.62 കോടി രൂപ കേരളം തിരിച്ചടയ്ക്കണം എന്നാണ് ആവശ്യം. രക്ഷയിലും കണക്കു പറഞ്ഞു എന്നതാണ് ചോദ്യം. Stop discrimination to Kerala! Stop discrimination to Kerala! Stop discrimination to Wayanad! Stop discrimination to Wayanad! The central government is refusing to do what is due to the victims. It is their due. They are citizens of India. There should be no discrimination at times of natural disasters, at times of pain, at times of suffering of any kind. We are actually deeply disappointed. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനിയായിരുന്ന ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കേരളത്തെ അവഗണിക്കുക, അതുപോലെ തന്നെ കേരളത്തെ തകർക്കുക എന്നുള്ളത്. കേരളത്തിനോടുള്ള നരേന്ദ്രമോദിയുടെ പകപോക്കലാണ് എന്ന് ചിത്രീകരിക്കുന്ന ആളുകൾ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാനും അവരുടെ സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അവിടെ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് അടിയന്തരമായിട്ട് സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ വിഷയത്തിൽ ചർച്ചയിൽ ഡോക്ടർ വി ശിവദാസൻ MP CPM-ൽ നിന്നും BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസും. ആദ്യം ശ്രീ ശിവദാസൻ, ഇന്നിപ്പോൾ UDF-ഉം LDF-ഉം സംയുക്തമായിട്ടാണ് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം ഇനി ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതേണ്ടത്? ഇതുവരെ ആദ്യഘട്ടത്തിൽ കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി ആദ്യം സംസ്ഥാനത്തെ വിമർശിച്ചു. രണ്ടാമത് കണക്കുകൾ മുഴുവൻ നിരത്തിയ സമയത്ത് കോടതി തന്നെ മാധ്യസ്ഥം വഹിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് കിട്ടേണ്ട പ്രത്യേക പാക്കേജ് അല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. നേരത്തെ നൽകിയ രക്ഷാപ്രവർത്തനത്തിനടക്കം, രക്ഷാദൗത്യത്തിനടക്കമുള്ള പണം അങ്ങോട്ട് നൽകണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് കേരളത്തിന് മുന്നിൽ? ഇവിടെ അത്യന്തം വേദനാകരമായിട്ടുള്ളൊരു സമീപനമാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് നമ്മൾ വീണ്ടും ഉറപ്പിച്ച് പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു സമീപനമല്ല കേരളത്തോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും കേരളത്തോട് അങ്ങേയറ്റം വിവേചനമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ അമിത്ഷായുടെ ഒന്നാമത്തെ പ്രസംഗം തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ഉയർത്തി. രാജ്യസഭയിൽ അന്നേ ദിവസം അമിത്ഷാ പറഞ്ഞത്, വാണിംഗ് നേരത്തെ നൽകിയിരുന്നു, 4 ദിവസം മുന്നേ നൽകിയിരുന്നു. എന്നാൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്ന നിലയിൽ അവതരിപ്പിച്ചു. ഗുജറാത്തിനും നൽകിയിരുന്നു, ഒഡീഷയ്ക്കും നൽകിയിരുന്നു. അവിടെ ഗുജറാത്തിലൊരു കന്നുകാലി പോലും മരിച്ചില്ല, ഒഡീഷയിൽ ഒരാൾ മാത്രമാണ് മരണപ്പെട്ടതെന്നൊക്കെയുള്ള പ്രസംഗം അദ്ദേഹം നടത്തി. പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് അന്ന് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായും മറ്റും വ്യക്തമാക്കപ്പെട്ടു. ഒരു തരി ക്ഷമാപണം നടത്താൻ പോലും അമിത്ഷാ തയ്യാറായില്ല. കളവ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമാണ് എന്ന് എൻവറോൺമെൻറ്റ് മിനിസ്റ്റർ പ്രസംഗിച്ചു. പാരിസ്ഥിതിക മന്ത്രി പറഞ്ഞു മനുഷ്യനുണ്ടാക്കിയ ദുരന്തമാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. നേരത്തെ മുൻ മന്ത്രിയായിരുന്ന BJP നേതാവ് പറഞ്ഞു, ഒരു പഞ്ചായത്തൊന്നും ഒഴുകിപ്പോയിട്ടില്ലല്ലോ, ആകെ 2-3 വാർഡുകൾ മാത്രമല്ലേ പോയിട്ടുള്ളൂ എന്ന് കണ്ണിൽ ചോരയില്ലാത്ത നിലയിൽ നികൃഷ്ടമെന്ന് പറഞ്ഞാൽ തെറ്റാവില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന നിലയിലുള്ള ഒരു പ്രസ്താവന ഒരു മുൻ മന്ത്രിയിൽ നിന്നുണ്ടായി. BJP എങ്ങനെയാണ് ദുരന്തത്തെ കാണുന്നത്? അവർ ഒരു സംസ്ഥാനത്തെ വേട്ടയാടുകയാണ്, ഈ നാട്ടിലെ ജനങ്ങളെ വേട്ടയാടുകയാണ്. ഏറ്റവും ഒടുവിൽ നാം കണ്ടിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ വ്യോമസേന എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടെ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യയുടെ സേനാഭിഭാഗങ്ങളിലൊന്ന് അവർ ദുരന്തമുഖത്ത് വന്ന്
സേവനം നടത്തിയതിന് പ്രത്യേകമായ പണം കേരളത്തിൽ നിന്ന് ഈടാക്കുന്നു. പ്രത്യേകമായി പണം കേരളത്തിൽ നിന്ന് അതിൻ്റെ പൈസ പറഞ്ഞ് വാങ്ങുകയാണ്. ഇവിടെ പ്രധാനമന്ത്രി വന്നിരുന്നു. പ്രധാനമന്ത്രി ഉപയോഗിച്ച വിമാനം ആരുടേതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. നാളെ ഇനി അതിൻ്റെ ബില്ലും ഇവിടെ വന്ന് പ്രധാനമന്ത്രി ആ കുഞ്ഞിനെ എടുത്ത് താലോലിച്ചതിൻ്റെ ചിത്രമൊക്കെ നാടാകെ വന്നതാണ്. അതിൻ്റെ കൂടി ചെലവ് കേരളത്തിലെ സർക്കാർ വഹിക്കണമെന്നാണ് ഇവർ കാണുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ട്, മോദിയുടെ BJPയുടെ സർക്കാരിനെതിരായിട്ട് അണിനിരക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. കേരളത്തിന് അർഹതപ്പെട്ട പണം, കേരളത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നാം നടത്തിയേ പറ്റൂ. അത്രമേൽ ക്രൂരമായിട്ടുള്ള ഒരു നടപടിക്കെതിരാണ് നമ്മളെല്ലാവരും ഒന്നിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഇവിടെ നാം വീണ്ടും ഓർമ്മിക്കേണ്ടുന്ന കാര്യം, ഗുജറാത്തിന് സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ, BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, ആഴമേറിയ അവഗണന, അത് ഒരിക്കലും നമുക്ക് പുറത്തുകൂടാ എന്നുള്ളത് കൂടിയാണ് പറയാനുള്ള കാര്യം. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് എങ്ങനെ പ്രതികരിക്കുന്നു? ഇപ്പോൾ കേരളം രാജ്യത്തിൻ്റെ ഭാഗമല്ലേ എന്നൊരു ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചിട്ട് ദിവസങ്ങളായി. ഇപ്പോൾ നോക്കൂ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിനുള്ള സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, നേരത്തെ എയർലിഫ്റ്റിംഗ് പോലുള്ള രക്ഷാപ്രവർത്തനം, അതായത് ആളുകളെ രക്ഷപ്പെടുത്തുന്ന ദൗത്യമാണ്, അത് സേന നടത്തിയ ദൗത്യമാണ്, അതിന് പണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയല്ലേ? അതെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ബഹുമാനപ്പെട്ട സ്മൃതിയുടെ ഭാഗത്തു നിന്ന് ഈ തരത്തിൽ ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന പ്രചരണത്തിനടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് അങ്ങയോട് യാതൊരു പരിഭവവും ഇല്ല. പക്ഷേ അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്, പൊതു ചർച്ചയുടെ ഭാഗമാക്കേണ്ടത് തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിട്ടുള്ള നടപടികളെ സംബന്ധിക്കുന്ന അങ്ങയുടെ ചോദ്യം. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ. നമ്മുടെ രാജ്യത്തെ ആണെങ്കിലും സംസ്ഥാനത്തെ ആണെങ്കിലും ബജറ്റുകൾ അവതരിപ്പിക്കപ്പെടുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വകുപ്പിനനുസരിച്ച് ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ്. അത് സംസ്ഥാന ബജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ബജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാത് വകുപ്പുകൾക്ക് കൊടുക്കുന്ന പണം മറ്റൊരു വകുപ്പിന് ചിലവാകുന്ന സാഹചര്യം ഉണ്ടായാൽ ആ വകുപ്പുകൾ തിരിച്ചു പിടിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഓരോ വകുപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KSEB ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും പോലീസ് ആണെങ്കിലും PWD ആണെങ്കിലും KSRTC ആണെങ്കിലും അവരെല്ലാം പല ഘട്ടങ്ങളിലായി സർക്കാരിൽ നിന്ന്, പല വകുപ്പുകളിൽ നിന്നായി അവർക്ക് ഉണ്ടാകുന്ന ബില്ലുകൾ ഈടാക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് KSRTCക്ക് പെട്രോൾ കൊടുക്കുന്നില്ല പെട്രോൾ പമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. എന്താ കാരണം? അത് പണമടക്കാൻ ആ വകുപ്പ്, KSRTC പണമടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. KSEBയുടെ ബില്ലടക്കാത്തതുകൊണ്ട് ചില സർക്കാർ ഓഫീസുകളുടെ ഫീസ് ഊരുന്നു എന്നുള്ള സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അതുണ്ടാകുന്നത്? ആ വകുപ്പുകൾ ബില്ലടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാർ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള കേസിൽ ഒരു അഫിഡവിറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അഫിഡവിറ്റ് കഴിഞ്ഞ ദിവസം കേസ് വന്ന സമയത്ത് അവർ ഹാജരാക്കിയിട്ടുണ്ട്. അത് 11/12 ഹാജരാക്കിയ അഫിഡവിറ്റിൻ്റെ 2ാമത്തെ പേജിൽ ഒരു ഹെഡിംഗ് ഉണ്ട്. ഞാനതൊന്ന് സ്മൃതിയെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 2ാമത്തെ പേജിലെ അവസാനത്തെ ഹെഡിംഗ്, മേജർ ജനറൽ എക്സ്പെൻസസ് ഫോർ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദി ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയ, SDRF ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള പണമാണ് കേട്ടോ. അതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ 2ാമത്തെ കോളത്തിൽ 4ാമത്തെ D എന്ന് പറഞ്ഞ് പറയുന്നത്, KSEB ആസ് പെർ SDRF നോംസ് 9 കോടി രൂപയാണ് KSEBക്ക് SDRFിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഫണ്ടിൽ നിന്നാണോ അതോ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നാണോ ഈ പണം കൊടുത്തിട്ടുള്ളത്? അല്ലല്ലോ, SDRFിൻ്റെ ഫണ്ടിൽ നിന്ന് KSEBക്ക് വയനാട് ദുരന്തവുമായി ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെയും അവർ നടത്തിയിട്ടുള്ള സേവനത്തിൻ്റെയും ഭാഗമായി കൊടുത്തിട്ടുള്ള പണമാണ് ഈ പറയുന്ന 9 കോടി രൂപ. അത് 2ാമത്തെ പേജിൽ. ഇനി അതിൻ്റെ തൊട്ടടുത്ത പേജ് 7ാമത്തെ പേജ് മുതൽ 12ാമത്തെ പേജ് വരെയുള്ളത് 5 ഗവൺമെൻറ് ഉത്തരവുകളാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് വിവിധ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുള്ള പണത്തെ സംബന്ധിച്ച് 5 കോടിയുണ്ട്, 6 കോടിയുണ്ട്, 4 കോടിയുണ്ട്. ഇതെല്ലാം വിവിധ വകുപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ ചെലവാക്കിയതിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അതേ അഫിഡവിറ്റിൻ്റെ തന്നെ, അതായത് 11/12 സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൻ്റെ 42ാമത്തെ പേജിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് ഡിഫൻസ് മിനിസ്ട്രി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് 132.61 കോടി രൂപയുടെ ബില്ല് എന്ന്
പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു അനക്ഷർ ഹാജരാക്കിയിട്ടുണ്ട്, അതെന്നെ ഒന്ന് വായിക്കാൻ അനുവദിക്കണം. 2 കാര്യങ്ങൾ മാത്രം. അതിൽ പറയുന്നത് 1 മുതൽ 64 വരെയുള്ള ഹെഡിങ്ങുകളിലായിട്ടാണ് അതിൻ്റെ പണത്തെ ആവശ്യപ്പെട്ടതായി കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് പോലെ 2019 പ്രളയത്തെക്കുറിച്ച് മാത്രമല്ല, ഞാനത് മുഴുവനായി പറയാൻ. 1 മുതൽ 64 വരെയുള്ള ഹെഡിങ്ങിൽ 1 മുതൽ 5 വരെയുള്ള ഹെഡിങ്ങുകളിൽ 2006, ഇപ്പോഴല്ല കേട്ടോ, 2006 ഒരു ബില്ല് 4,58,000 രൂപ. ഇനി 2016, 2006 കഴിഞ്ഞാൽ അടുത്ത 2016 2016 4 ബില്ലുകളിലായി ഏതാണ്ട് 2 കോടി രൂപ. 2017 6 ബില്ലുകളിലായി ഏതാണ്ട് 9 കോടി രൂപ. 2018 അപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രളയ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി 100 കോടി രൂപ 2018. അത് 12 മുതൽ 51 വരെയുള്ള ബില്ലുകൾ, ഏതാണ്ട് 39-40 ബില്ലുകളാണ് അതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ളത്. 2019 അതുപോലെ തന്നെ 5 ബില്ലുകളുണ്ട്, 2.5 കോടി രൂപ. 2021 ഇതുപോലെ തന്നെ 4 ബില്ലുകളുണ്ട്, അത് 3 കോടി രൂപ. 2024 പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ളത് 59 മുതൽ 64 വരെ പറയുന്ന 6 ബില്ലുകളാണ്. 6 ബില്ലുകളിലായി 13.5 കോടി രൂപ. ഇങ്ങനെയാണ് അതിൻ്റെ അനക്ഷർ. 132 കോടി രൂപ എന്ന് പറഞ്ഞാൽ 2006 മുതൽ 2024 വരെ പെൻഡിങ് കിടക്കുന്ന ബില്ലുകളുടെ ടോട്ടൽ തുകയാണ്. സർക്കാർ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എൻ്റെ അടുത്ത സുഹൃത്ത് ശ്രീ ശിവദാസൻ MP അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണാജനകമായി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് ഏതെങ്കിലും ഫണ്ട് ചെലവുണ്ടോ എന്നുള്ളതാണല്ലോ ഇനി നോക്കേണ്ടത്. ഈ ഫണ്ട് സർക്കാർ കൊടുക്കേണ്ടതാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് സർക്കാർ കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന കാര്യമാണ്. സാധാരണ നിലക്ക് ഇങ്ങനെ വരുന്ന ഫണ്ടുകൾ എന്തുകൊണ്ടാണ് 2006 മുതൽ ബില്ല് കൊടുക്കാതെ പെൻഡിങ് കിടക്കുന്നത്? അത് പലപ്പോഴായിട്ടുള്ള ബില്ല് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി സർക്കാർ കണക്കുകളുടെ ഭാഗമായി പോകുന്നതാണ്. അതിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റിൽ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് 16/11/2024 153 കോടി രൂപ അപ്രൂവലായിട്ടുള്ള NDRFന് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് 50% SDRFിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തീർന്നാൽ ഈ 153 കോടി രൂപ ഉപയോഗിക്കാം. എങ്ങനെ? അത് ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാകും, കൊടുക്കാനുള്ള പണത്തെ സംബന്ധിക്കുന്ന കണക്കുകൾ തട്ടിക്കഴിക്കുക എന്നുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത പേജിൽ 5ാമത്തെ പേജിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നൊരു കാര്യം, ഫർദർ അസിസ്റ്റൻസ് അപ്രൂവ്ഡ് ബൈ NDRF സെൻട്രൽ ഗവൺമെൻറ്. എന്താണ്? എയർ ബിൽ ഫോർ എയർ ഡ്രോപ്പിംഗ് ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് ആൻഡ് റെസ്ക്യൂ ആസ് പെർ ആക്ച്വൽ ബേസ്ഡ് ഓൺ ദ ബിൽസ് റൈസ്ഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് IAF എന്ന് എഴുതിയിരിക്കാൻ. ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് എന്താണ്? തെറ്റിദ്ധാരണാജനകമായി ബില്ല് കാണിച്ചുകൊണ്ട് 132 കോടി രൂപ വയനാട് ഡിസാസ്റ്ററിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് വയനാട് പോകട്ടെ, 2000 ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ഇത്രയും കണക്ക് പറഞ്ഞുകൊണ്ടാണ് 2006 മുതലുള്ള കണക്കാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്, താങ്കൾ അത് വിശദമായി തന്നെ വായിച്ചു. ഇതിപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് മാത്രം 132 കോടി എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലാന്നേ. രക്ഷാപ്രവർത്തനത്തിന്, രക്ഷാദൗത്യത്തിന് കേന്ദ്രത്തിന് അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് പോയിന്റ്. അങ്ങനെയല്ലെന്ന് അല്ല, ഞാനൊരൊറ്റ കാര്യം സ്മൃതിയോട് തിരിച്ചു ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ശിവദാസൻ MP ആണെങ്കിലും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക ഇന്ത്യൻ എയർഫോഴ്സിനോ ആർമിക്കോ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബില്ലൊന്ന് പറയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബില്ല് പേ ചെയ്തതിൻ്റെ തീയതി ഒന്ന് പറയട്ടെ. ഇനി 2ാമത്തെ കാര്യം, ഈ ഫണ്ടുകളെല്ലാം NDRFും SDRFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പൂർത്തിയാക്കാൻ. SDRFുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. SDRFിന് 12ലധികം ഹെഡുകളുണ്ടെന്നേ ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. ആ 12ലധികം ഹെഡുകളിലായിട്ട് പണം ചെലവഴിക്കുന്നത്, സംസ്ഥാനത്തിന് കൊടുക്കുന്ന പണം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ദുരന്തമുണ്ടാകുന്ന സമയത്ത് ഏതൊക്കെ ഹെഡുകളിൽ പണം ചെലവഴിക്കണം, അത് ആർക്കൊക്കെ കൊടുക്കണം, അത് സംസ്ഥാന വകുപ്പുകളുണ്ട്. 40 കോടി രൂപയാണ് ഡെബ്രിസ് നീക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആർക്കാണ് ഇത് കൊടുക്കുക? സ്വകാര്യ വാഹനങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട പണമാണ് അവിടുത്തെ ഡെബ്രിസ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആ സമയത്ത് സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള, അതല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ടായിട്ടുള്ള കലാമിറ്റീസിൽ ആകെ ചെലവാക്കുന്ന പണം മുഴുവൻ ചെലവഴിക്കുന്ന SDRFിൽ നിന്നാണ്. സംസ്ഥാന ഖജനാവ് ഏതെങ്കിലും ഒരു പണം ഇതിന്റെ പേരിൽ ചെലവാക്കിയിട്ടുണ്ടോ? KSEBിക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ടോ? പോലീസിന് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ടോ? വാട്ടർ അതോറിറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ടോ? ശരി, ശ്രീ വി ശിവദാസൻ മറുപടി നൽകും ഇടവേളയ്ക്ക്. ഇപ്പോൾ ഈ 132 കോടി എന്ന് പറയുന്നത് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ കാര്യത്തിൽ മാത്രമുള്ള കണക്കല്ല, 2006 മുതൽക്കുള്ള കണക്കാണ്. മാത്രമല്ല, നേരത്തെ ഈ അരിക്ക് പോലും വില ചോദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ, പണം കൊടുത്തിട്ടുണ്ടോ
തിരികെ നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം കൂടി. ഇതിൽ എത്ര മനോഹരമായാണ് ഇവിടെ തെറ്റായ കാര്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം കാണേണ്ടത്. അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞ കൊടിയ കളവ്, അത് സംബന്ധിച്ചൊരു പ്രതികരണം എന്താണ് BJPയുടെ പ്രതിനിധി നടത്താതെ പോയത്? കളവുകൾ നുണയാവർത്തിച്ചാവർത്തിച്ചത് സത്യമാണെന്ന് ധ്വനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് RSSും BJPയും രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. SDRFനെ സംബന്ധിച്ച് യൂണിയൻ ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ട്. അതിനകത്ത് എന്താണ് പറയുന്നത്? അതിനകത്ത് പറയുന്ന കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട് തകർന്നു പോയാൽ, പൂർണ്ണമായി തകർന്നു പോയാൽ നൽകാൻ പറ്റുന്ന പണം എത്രയാണ്? പൂർണ്ണമായി എന്നതിൻ്റെ അർത്ഥം എന്താണ്? പക്ക വീട് പൂർണ്ണമായി തകർക്കപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന തുക 1,20,000 രൂപയാണ്. ആ 1,20,000 രൂപയാണ് SDRF വെച്ച് കൊടുക്കാൻ പറ്റുക. വയനാട്ടിലെ ആ തകർന്നു പോയിട്ടുള്ള കൊടിയ ദുരന്തത്തിലായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിക്കുന്നതിന് 1,20,000 രൂപ മാത്രം കൊടുത്താൽ മതി എന്നാണല്ലോ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കൊടുത്താൽ മതി എന്നാണല്ലോ അങ്ങ് പറഞ്ഞതിൻ്റെ സ്പെഷ്യൽ പാക്കേജ് വേണ്ട, സാമ്പത്തിക സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം. പിന്നെ അങ്ങ് പറഞ്ഞതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നതിലും ചില കാര്യങ്ങൾക്ക് അങ്ങേക്കൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുകയാണ്. അത് KSRTC എന്ന് പറയുന്ന സ്ഥാപനം എണ്ണയടിക്കുന്നത് BPCL നിന്നോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ HPCLൻ്റെയോ പമ്പുകളിൽ നിന്നാണ്. ഇവ കമ്പനിയാണ്. ഈ കമ്പനി KSRTC എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ പണം വാങ്ങുന്നു. ഇനി 2, അങ്ങ് തന്നെ പറഞ്ഞു KSEBയുടെ വൈദ്യുതി ചെലവിൻ്റെ പണം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടല്ലോ എന്നുള്ളത്. സംസ്ഥാന സർക്കാർ നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംസ്ഥാന സർക്കാർ അത് പഞ്ചായത്തിനെ ഏൽപ്പിച്ചില്ല. അത് തകർന്നു പോയിട്ടുള്ള ദുരന്തം അനുഭവിക്കുന്ന പഞ്ചായത്തിലെ ആ ഭരണസമിതിക്കാരോട് പറഞ്ഞില്ല, നിങ്ങൾ ഇവിടെ നഷ്ടപരിഹാരത്തിൻ്റെ ചെലവെല്ലാം നിങ്ങൾ വഹിക്കണം, ബില്ല് നിങ്ങൾ അടക്കണം, വാട്ടറിൻ്റെ കാശ് നിങ്ങൾ അടക്കണം എന്നല്ല പറഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തു. അങ്ങ് ചോദിക്കുകയാണ് SDRF എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണോ എന്നൊരു ധ്വനി അങ്ങയുടെ ചോദ്യത്തിലുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. അത് ധനകാര്യ കമ്മീഷൻ, 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള തുകയാണ് SDRFൻ്റെ ഫണ്ടായിട്ട് വരുന്നത്. അങ്ങ് ധരിക്കുന്നത് ഞങ്ങളടക്കുന്ന, കേരളത്തിലെ ജനങ്ങളടക്കുന്ന നികുതിയുടെ മുകളിൽ തിരികെ ഞങ്ങൾക്കൊന്നും കിട്ടാൻ അവകാശമില്ലെന്നാണെങ്കിൽ അത് തെറ്റ്. ഫണ്ടിൽ നിന്നും വിവിധ ഇനങ്ങളിലേക്കായി തുക ചെലവഴിക്കേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 77 കോടിയോളം മാത്രമേ ബാക്കിയുള്ളൂ. അത് പുനരധിവാസത്തിന് തികയില്ല എന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ശ്രീ കൃഷ്ണദാസ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി തന്നെ പറയുകയാണ്, കേന്ദ്രം ഒന്ന് കൃത്യമായി കൊടുക്കുന്ന തുകയൊന്ന് വ്യക്തമാക്കണം. കാരണം ഇപ്പോൾ സംസ്ഥാനത്തെ ആദ്യം വിമർശിച്ചു, താങ്കളും കണ്ടതാണ്. ഹൈക്കോടതി ആദ്യം സംസ്ഥാനത്തെ ആരെയാണ് വിഡ്ഢിയാക്കുന്നതെന്നൊക്കെ ചോദിച്ചതൊക്കെ താങ്കളും കണ്ടതല്ലേ. പക്ഷേ പിന്നീട് സംസ്ഥാനം ഒരു കണക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. ആ കണക്ക് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കോടതി പറയുന്നു, കേന്ദ്രം ഇനി കൊടുക്കാൻ പോകുന്നത് എത്രയെന്ന് കൃത്യമായി വ്യക്തമാക്കൂ. ഇതിന്മേൽ വേണമെങ്കിൽ മാധ്യസ്ഥം വഹിക്കാം, കേന്ദ്രത്തിൽ നിന്ന് പണം നേടിത്തരുന്നതിൽ കോടതി മാധ്യസ്ഥം വഹിക്കാം എന്ന് പോലും പറയുകയാണ്. അപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് താങ്കളിപ്പോൾ നിഷേധിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്മൃതി, ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട MPയോടൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ലോകസഭയിൽ സംസാരിക്കുന്നത് പോലെ ഒരു ചാനലിൽ ആളുകളോട് പറയാം. ലോകസഭയിൽ അദ്ദേഹത്തിന് എന്തും പറയാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ചാനലിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തതയോടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതൊന്നും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല മിസ്റ്റർ ശിവദാസൻ. ഞാൻ പറഞ്ഞതെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞു KSEBക്ക് സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങ് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ്. ഈ SDRFൻ്റെ ഫണ്ടിൽ നിന്ന് 9 കോടി രൂപ KSEBക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്മൃതി എന്നോട് ചോദിച്ചത്, കേന്ദ്ര ഗവൺമെൻറ് എത്ര കൊടുത്തു, ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കണ്ടേ എന്നുള്ളത്. അതിൽ ബഹുമാനപ്പെട്ട ശിവദാസൻ ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യം പറഞ്ഞു.
SDRFിൻ്റെ ഫണ്ടിൻ്റെ അലോക്കേഷൻ അനുസരിച്ച് ഏതാണ്ട് 1,30,000 രൂപ കൊടുത്താൽ ഒരു വീട് പണിയാൻ കഴിയുമോ? കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ഇനി 1,32,000 രൂപയ്ക്ക് പോലും പണിയാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എത്ര ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിലും വീടുകൾ പണിയാനുള്ള പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. അതിനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് എക്സ്ട്രാ ആയി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തയ്യാറാക്കപ്പെടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലുമാണ്. അങ്ങ് സൂചിപ്പിച്ചത് പ്രകാരം സംസ്ഥാനത്തിന് ആദ്യം കൊടുത്തിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് SDRFിൻ്റെ NDRFിൻ്റെ ഫണ്ടിൽ നിന്ന് SDRFിന് കിട്ടാനുള്ളത് കൊടുത്തിട്ടുള്ളത് 394.99 കോടി രൂപയാണ് 31/3 സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കൊടുത്തിട്ടുള്ളത് 96.8 കോടി രൂപ. അതിനുശേഷം 31/7 അതായത് നമ്മുടെ ദുരന്തമുണ്ടായ ദിവസം കൊടുത്തിട്ടുള്ളത് 145 കോടി രൂപ, 145.6 കോടി രൂപ. അത് തന്നെ 1/10 145.6 കോടി രൂപ കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് 16/11 153.46 കോടി രൂപയുടെ ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണക്കുകൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തീർക്കാവുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കുകൾ കൊടുക്കുന്നത്. അതിനുശേഷമാണ് എയർ ലിഫ്റ്റിങ്ങിനെ സംബന്ധിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഇതെല്ലാം മാറ്റിവെക്കുക. സംസ്ഥാനം കൊടുത്തിട്ടുള്ള കണക്ക് പ്രകാരം, ഹൈക്കോടതി കൊടുത്തിട്ടുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്തിൻ്റെ കയ്യിൽ 700 കോടി രൂപ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എത്ര ചെലവാക്കാൻ കഴിയുമെന്ന് ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കാം. അതിൽ നിന്ന് എത്ര ചെലവാക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോഴാണ് 638.97 കോടി രൂപ ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. ആ കമ്മിറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളത് ബഹുമാനപ്പെട്ട സ്മൃതി അഫിഡവിറ്റ് എടുത്ത് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ 22ാമത്തെ പേജ് മുതൽ 112ാമത്തെ പേജ് വരെ കൊടുത്തിരിക്കുന്ന എല്ലാ കണക്കുകളും 2022ലെയും 2023ലെയും കണക്കുകൾ മാത്രമാണ്. 2024 കണക്കുമായി അതിന് യാതൊരു ബന്ധവുമില്ല സ്മൃതി. സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നതിൽ ആ 688 കോടി 638 കോടി ഉണ്ട് എന്ന് പറഞ്ഞത് 2022ലും 2023ലുമാണ്. ശരി, ഏതായാലും കണക്കുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കണക്ക് ബോധ്യപ്പെട്ട ശേഷമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിന്മേലൊരു മാധ്യസ്ഥം വഹിക്കാമെന്ന്. ഇപ്പോൾ വയനാടിന് പ്രത്യേക പാക്കേജ് എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചിട്ടാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും അവിടെ പ്രതിഷേധം ഇരുന്നത്. BJP കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് മാറ്റുക എന്നത് മാത്രമാണ് കേരളത്തിൻ്റെ ആവശ്യം. നിലപാട് മാറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഈ വിഷയത്തിലുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ശിവദാസ് കൃഷ്ണദാസ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.